എന്തുകൊണ്ട് സിനിമ എടുക്കാനായി അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ വരെ ഒരു മാതൃകയായി കാണുന്ന ജിത്തു ജോസഫിൻ്റെ ഒരു എല്ലാ പടങ്ങളും നല്ല പടങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൃശ്യം അതിൽ കുറച്ചും കൂടി സ്പെഷ്യലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ ദൃശ്യം 1ഉം 2ഉം 3യും കൂടി വരുമ്പോൾ അതിൽ വീണ്ടും ആ ഒരു സർപ്രൈസിങ് എലമെന്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുക തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു എന്താവും അല്ലെങ്കിൽ എന്തായിരിക്കും കഥ, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ഒരു കഥ പോകുന്നുണ്ടാവുക, ഒരു സർപ്രൈസിങ് ഇവിടെ തീർക്കുമോ, ദൃശ്യം 3യിൽ ആ ഒരു സർപ്രൈസ് അവർ വലിയ ബോംബ് അവർ പൊട്ടിക്കോ എന്നുള്ള ഒരു വലിയ സംശയം നമുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ജിത്തു ജോസഫ് സാറിനോട്, നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനോട് നമ്മൾ സംസാരിച്ചിട്ടില്ല. നമുക്ക് ചോദിച്ചു നോക്കാനുണ്ട്, എന്താണ് ഈ 3യിൽ ഇനി തീർക്കാനുള്ള പരിപാടിയാണോ അതോ 4ലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാനുണ്ട്. എന്തായാലും കുറച്ച് സമയത്തിനകം ആൾ പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഈ ഒരു പൂജയുടെ ഒക്കെ തിരക്കിൽ നമുക്ക് സംവിധായകൻ്റെ എന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ പൂജയുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അണിയറ പ്രവർത്തകരും എല്ലാം എത്തിയിട്ടുണ്ട്. അണിയറ പ്രവർത്തകരെല്ലാം എത്തി. ഇപ്പോൾ ജിത്തു ജോസഫും അതോടൊപ്പം തന്നെ ദീപം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു സിനിമയ്ക്ക് അല്ലെങ്കിൽ എല്ലാവരും കാത്തിരുന്ന താരരാജാവിൻ്റെ ആ ഒരു വരവിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷത്തിന് ഇവിടെ ഒരു തുടക്കമായിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ കുറച്ച് ഈ ഒരു ഷൂട്ടിംഗ് സമയങ്ങളുമൊക്കെയാണ് ബാക്കിയുള്ളത്. അതിനുശേഷം മലയാള സിനിമാ ലോകത്തേക്ക് വീണ്ടും ഒരു പൊൻതൂവൽ എന്നൊക്കെ പറയാവുന്ന നിലയിലുള്ള ഒരു ചിത്രം തന്നെയാണ്. നമ്മളെല്ലാവരും ഒരുപോലെ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ ആ ഒരു സംവിധാന മികവിലൂടെ പുറത്തു വന്ന ദൃശ്യം 1ഉം 2ഉം ഇപ്പോൾ ഇതാ 3യും ഈ ഒരു താരലോകത്തേക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്തേക്ക് എത്താൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. രേണുക, സന്തോഷം. എന്തായാലും ഇപ്പോൾ ചിത്രത്തിൻ്റെ പൂജയ്ക്കായുള്ള തിരിതെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഇന്നു മുതൽ ചിത്രം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുകയാണ്. മോഹൻലാലും അതോടൊപ്പം തന്നെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരടക്കമുള്ളവർ ഇപ്പോൾ ദീപം തിരികൊളുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ദൃശ്യം 3 ചിത്രത്തിന്റെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കും. ചിത്രത്തിന്റെ പൂജ എറണാകുളം പൂത്തോട്ടം ലോ കോളേജിൽ നടക്കുകയാണ്. എന്തായാലും ഗംഭീരമായൊരു ചിത്രം തന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ജിത്തു ജോസഫ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നൊരു കാര്യത്തിൽ വരുന്നുണ്ട്. ജോർജ് കുട്ടിയും കുടുംബവും ഇനി ഏത് രീതിയിലാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുക, സസ്പെൻസുകൾ എങ്ങനെയാണ് നിരത്തുക എന്നൊരു കാര്യത്തിൽ കൂടി നമ്മളും സസ്പെൻസ് അടിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തായാലും ചിത്രം വരട്ടെ. ചിത്രം വന്നുകൊണ്ട് എല്ലാവരും ചെന്ന് കാണുന്നത് പോലെ നമ്മളും പോകും. എന്തായാലും ഗംഭീരമായൊരു ചിത്രം തന്നെയാണ്. തിളക്കത്തിൽ നിൽക്കുന്ന ലാലേട്ടന് ഇതൊരു മധുരം ദിവസം കൂടി എന്ന് വേണം പറയാൻ. എന്തായാലും ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി ഇന്ന് ദൃശ്യം 3 ചിത്രീകരണത്തിന്റെ ഇന്ന് ആരംഭിക്കുകയാണ്. ചിത്രത്തിന്റെ പൂജ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം പൂത്തോട്ടം ലോ കോളേജിലാണ് ചിത്രത്തിന്റെ ആദ്യ ഷൂട്ട് നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നല്ലൊരു ശുഭ തുടക്കമാകട്ടെ ഈ ചിത്രത്തിന് കൂടി ആശംസിക്കുന്നു. സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. മോഹൻലാൽ സാറിന് കിട്ടിയ അംഗീകാരം കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ യാത്രയുടെ കൂടെ തന്നെ ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും സന്തോഷം തരുന്നതാണ്. ആ സന്തോഷത്തിനോടൊപ്പം തന്നെ ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ 3ാം ഭാഗം ചിത്രീകരണം ആരംഭിക്കുന്ന ഈ സമയം എല്ലാം കൊണ്ടും വളരെയധികം ഇരട്ടി മധുരം തരുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. വാക്കുകളാൽ പറഞ്ഞാൽ തീരുന്ന സന്തോഷത്തിലല്ല. ദൈവം എല്ലാ ഭാഗ്യവും ലാൽ സാറിന് കൊടുക്കട്ടെ. അതിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാ കാലത്തും മലയാളികൾ ലാൽ സാറിനെയും ആശീർവാദ് സിനിമാസിനെയും എല്ലാം ചേർത്ത് നിർത്തി സ്നേഹം തന്നതാണ്. ഈ ചിത്രത്തിനും അതുണ്ടാകണം. എല്ലാവരുടെയും പ്രാർത്ഥന വേണം.
അതിയായ സന്തോഷത്തോടെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുകയാണ്. പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭദ്രദീപം തെളിയിച്ച ഇപ്പോൾ നാളികേരത്തിൽ തിരി തെളിയിച്ച ഇപ്പോൾ പൂജാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആന്റണി പെരുമ്പുവാരെന്ന് അല്പസമയത്തിന് മുമ്പിൽ സംസാരിച്ചത്. എന്തായാലും ഗംഭീരമായ രീതിയിൽ ഒരു ചിത്രമാണ് ഒരുങ്ങാൻ പോകുന്നത്. ഇരട്ടി മധുരം നൽകുന്നതാണ് ലാലേട്ടന് ഈ ഒരു ചിത്രത്തിലൂടെ. എന്തായാലും ഇപ്പോൾ ക്ലാപ്പ് ഓഫ് നൽകുകയാണ് ചിത്രത്തിൻ്റെ പൂജയിലേക്ക്, അല്ലെങ്കിൽ പൂജയുടെ ഒരു ദിവ്യ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു ക്ലാപ്പോടുകൂടി ദൃശ്യം 3യുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുകയാണ്. എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു തടസ്സവും കൂടാതെ